നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അജുവേട്ടാ, അജുവേട്ടാ. എന്താടോ? ജോൽസൻ രാവിലെ 10 മണിക്ക് വരും. നമ്മുടെ ജാതകങ്ങൾ എടുത്തു വെക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞു. കുഞ്ഞിന് നൂലുകെട്ട് പോലും ആയില്ല. അതിനിടയിൽ ജാതകം ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. കുഞ്ഞിന്റെ ജാതകം എഴുതല്ലോ, നമ്മുടെ ജാതകങ്ങൾ വെച്ചിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലും അതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളായിപ്പോയി. ഏതായാലും തീരുമാനിച്ചല്ലേ അജുവേട്ടാ, ഇനിയിപ്പോ അതിനെ കുറ്റപ്പെടുത്തണ്ട. അജുവേട്ടാ, മോളെ ഒന്ന് പിടിച്ചേ, ഞാനേ ജാതകങ്ങൾ എടുത്തോണ്ട് വരാം. പിടിക്കാം. അതവിടെ ഇട്. ഏത് വശം ഉദ്ദേശിക്കുന്ന? ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം. പിടിച്ചേ. ഇങ്ങോട്ട് വന്നേ. സൂക്ഷിച്ച്. മതിയോ? പിടിച്ചോ? സൂക്ഷിച്ച് ചേർത്ത് പിടിക്കണേ. ഈ അച്ഛന്മാര് ബെസ്റ്റ് കക്ഷികളാ. കുഞ്ഞുങ്ങളെ എങ്ങനെ നേരെ എടുക്കുന്നേന്ന് പോലും അറിയില്ല. എന്നിട്ട് പിള്ളേര് വളർന്ന് എന്തേലും നേട്ടം വരുമ്പോ പറയും, അവൾ എന്റെ മോളല്ലേ, അവൻ എന്റെ മോനല്ലേ എന്നൊക്കെ. താൻ കളിയാക്കാതെ. രാജുവേട്ടാ, തല ഇവിടെ വെച്ചിട്ട് നടു സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വേണം എടുക്കാൻ. ഇങ്ങനെ വെച്ചേ. പതുക്കെ. അതെ, എന്റെ മോളെ എങ്ങനെ എടുക്കണം എനിക്കറിയാം. താൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ഞാനേ ജാതകം എടുത്തിട്ടല്ല, കുഞ്ഞിന് നേരെ പിടിക്കണേ. എന്റെ അജുവേട്ട ഒരു ഈണത്തെ പാട്, അല്ലെങ്കിൽ കുഞ്ഞ് എണീക്കും. ഇത് കേട്ടാലേ കുഞ്ഞ് പേടിക്കും. ഓടുന്നു. അയ്യേ, ഓടിവാ. എന്താ ചേട്ടാ? ഇവിടെ മൂത്രം ഒഴിച്ചു. വേഗം വാ. അയ്യേ, എന്റെ ഷർട്ടൊക്കെ ആകെ നനഞ്ഞു. എന്നാലും കൃത്യസമയം നോക്കി തന്നെ എന്റെ കയ്യിലേക്ക് തന്നല്ലേ. ഇവിടെ എടുത്ത് പ്ലീസ് മോളെ ഒന്ന് വാങ്ങ. ആ ചേട്ടന് നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ബോംബിട്ടെന്ന്. സ്വന്തം കുഞ്ഞു കയ്യിലിരുന്ന് മൂത്രം ഒഴിക്കുമ്പോഴേ ഇങ്ങനെ സമനില തെറ്റരുത്. എന്തായാലും താൻ മോളെ ഒന്ന് വാങ്ങ പ്ലീസ്. വേണ്ട, ഒരു 5 മിനിറ്റൂടെ കഴിയട്ടെ. അയ്യോ, അവൾക്കേ ഇനിയുണ്ടാവും, അതൂടെ കഴിയട്ടെ. പൂജ പ്ലീസ് ഒന്ന് വാങ്ങ. ഷർട്ടൊക്കെ വൃത്തികേടായി പ്ലീസ്. ദേ മോളെ, അച്ഛന്റെ രീതികളൊക്കെ കണ്ടല്ലോ. ഈ അച്ഛൻ എന്നല്ല, എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെയാ. ശരീരം കേടാവുന്ന ഒരു കാര്യത്തിനും ഇവരുണ്ടാവില്ല. അമ്മമാര് കരുതലോടെ വളർത്തു. അവസാനം വലുതായി കഴിയുമ്പോ പറയുന്നത് കേക്കാം. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. ഓ അല്ല, അതങ്ങനെയാ. അച്ഛനാണ് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞ് അച്ഛന്റെ മാഹാത്മ്യം അറിയിക്കും. ഓ പാവ അമ്മ ഇതൊക്കെ കണ്ടങ്ങ് ചിരിച്ചോണ്ടിരിക്കും. പിന്നെ നിന്റെ കല്യാണ ദിവസം ചെറുക്കന്റെ കൂടെ പറഞ്ഞയക്കുമ്പോ അച്ഛന്റെ ഒരു കരച്ചിലുണ്ട്. ഒയ്യോ, കാണേണ്ട കരച്ചില. അപ്പോഴും ഉണ്ടാവും ഒരു പാട്ട്, സൂര്യനായി തഴുകി ഉണർത്തുന്ന എന്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഓ സമ്മതിച്ചേ, സമ്മതിച്ചു. എന്നാലേ ഞാനൊരു സത്യം പറയട്ടെ. ഒരു തമാശ കാണിച്ചു എന്നല്ലേ പറയാൻ പോന്നെ? അതെ, ആ സത്യം കൈ വെച്ചാ മതി. ഞാനൊന്ന് പോയി ഡ്രസ് മാറിയിട്ട് വരാം. ഇഞ്ചുടാ. ഓ ഓ